ഹായ്, എല്ലാവർക്കും ട്രിക്സിൻ്റെ യൂട്യൂബ് സെക്ഷനിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ഡിഗ്രി പ്രിലിംസിൻ്റെ കഴിഞ്ഞ 2021 മുതൽ 2026 വരെ നടന്നിരിക്കുന്ന പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട് അതിൽ ആർട്ട്, കൾച്ചർ, സ്പോർട്സ്, ലിറ്ററേച്ചർ ഇതിൽ നിന്നും ഏതൊക്കെ പാഠഭാഗത്തിൽ നിന്നായിരുന്നു PSC ഏറ്റവും കൂടുതൽ തവണ നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്, ഇതൊക്കെ നമുക്ക് എഴുതാൻ പറ്റുമോ, അല്ലേ, നമ്മൾ ഇതെങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളെ നിങ്ങൾ എത്തിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടുകൂടി നമുക്ക് ഇപ്രാവശ്യത്തെ പ്രിലിംസിൻ്റെ ഡീകോഡിംഗ് സെക്ഷനിലേക്ക് ഏവരെയും ഹാർദമായി ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആർട്ട്, കൾച്ചർ, സ്പോർട്സ്, ലിറ്ററേച്ചർ എന്നീ പാഠഭാഗത്ത് നിന്നും എത്ര മാർക്കിനാണ് ചോദ്യങ്ങൾ വരുന്നു എന്നുള്ളത് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ആദ്യ കാര്യം. എത്ര മാർക്കിന്, അതിപ്പം ആർട്ട്, കൾച്ചർ, സ്പോർട്സ്, ലിറ്ററേച്ചർ തന്നെ ആവണമെന്നില്ല. നമ്മളൊരു ഡിഗ്രി പ്രിലിംസിനായിട്ട് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് സിലബസ് ആദ്യം നന്നായിട്ടൊന്ന് വായിക്കുക. സിലബസ് ആദ്യം എടുക്കുക. സിലബസ് എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വായിക്കുക. ആ സിലബസിനകത്ത് നിന്ന് ഏതൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുന്നു, അതെല്ലാം എത്ര മാർക്കിന് ചോദിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം, അതിപ്പോൾ ആർട്ട്, കൾച്ചർ, സ്പോർട്സ്, ലിറ്ററേച്ചർ എന്നില്ല, ഏതൊരു സബ്ജക്റ്റ് ആയിരുന്നാലും നമ്മൾ ആദ്യം നോക്കേണ്ട ഒരു കാര്യം അത് തന്നെയാണ്. സിലബസ് നോക്കണം. ആ സിലബസിനകത്ത് നിന്ന് നമുക്ക് എത്ര മാർക്കിനാണ് ചോദ്യങ്ങൾ വരുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. നമുക്കറിയാം, സിലബസ് അനുസരിച്ച് പ്രിലിംസിന് ആർട്ട്, കൾച്ചർ, സ്പോർട്സ്, ലിറ്ററേച്ചർ ഇതിന് നമുക്ക് എത്ര മാർക്കിനെന്ന് അറിയാമോ? നമുക്ക് ചോദ്യങ്ങൾ വരുന്നത് 10 മാർക്കിനാ ചോദ്യങ്ങൾ വരുന്നത്. 10 മാർക്കിനെന്ന് കേൾക്കുമ്പോൾ തന്നെ ദൈവമേ എന്ന് പറഞ്ഞൊരു വിളി നിങ്ങൾക്ക് നെഞ്ചിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. 10 മാർക്കിനാ ചോദ്യങ്ങൾ വരുന്നത്. ഇവിടെ ആർട്ട്, കൾച്ചർ, സ്പോർട്സ് ഇതിനെല്ലാത്തിനും ചേർത്ത് നമുക്ക് ഡിഗ്രി പ്രിലിംസിന് 10 മാർക്കിൻ്റെ ചോദ്യം വരുന്നുണ്ട്. പ്രിലിംസിനാണ് ഞാൻ പറഞ്ഞത്, 10 മാർക്കിൻ്റെ ചോദ്യം വരുന്നുണ്ട്. ഈ 10 മാർക്കിൽ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമുക്കൊരു 8-9 മാർക്ക് വരെയൊക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. 8-9 മാർക്ക് വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ 8-9 മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കും ഈ ക്വസ്റ്റ്യനൊക്കെ വലിയ ടഫുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നോ, അതോ നമുക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണോ എന്നുള്ളൊരു ചോദ്യമൊക്കെ നമ്മുടെ മനസ്സിൽ വരും എന്നുള്ളതായിരിക്കും. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കണം ഇതിൽ ഏതൊക്കെ പാഠഭാഗത്തിൽ നിന്ന് പഠിക്കേണ്ടതാണ്. നമുക്ക് അതിൽ നിന്നുമായിരിക്കും PSC ചോദ്യങ്ങൾ വരുന്നു എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കി വെച്ചേക്കുക. ഏതൊക്കെ പാഠഭാഗങ്ങൾ, ഇപ്പോൾ ആർട്ട്, കൾച്ചർ, സ്പോർട്സ്, ലിറ്ററേച്ചർ ഇങ്ങനെ വരുന്നുണ്ടല്ലോ, ഇതിൽ ഏതൊക്കെ പാഠഭാഗത്തിൽ നിന്നായിരിക്കും നമ്മളോട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് മെല്ലെ സിലബസ് ഒന്ന് പരിചയപ്പെടാം. ആദ്യം ഒന്ന് സിലബസ്. ഇപ്പം മാർക്ക് നമ്മൾ അറിഞ്ഞല്ലോ, പ്രിലിംസിന് 10 മാർക്കിനാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പ്രിലിംസിന് 10 മാർക്കിനാണെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതിൽ നമ്മൾ നോക്കുന്നത് മെല്ലെ നമുക്ക് പഠിക്കേണ്ട സിലബസ് ആണ്. ഓക്കെ, ആർട്ട്, സ്പോർട്സ്, ലിറ്ററേച്ചർ ഒക്കെ നമ്മൾക്ക് പ്രിലിംസ് സിലബസ് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അതിൽ തന്നിരിക്കുന്ന ആദ്യം കലാമേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു കൊണ്ടുപോകാനാണ് PSC പറഞ്ഞിരിക്കുന്നത്. കലാമേഖലയുമായി ബന്ധപ്പെട്ട് ഒരു PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് 2020 ശേഷമാണ് PSC കൂടുതൽ ഇങ്ങനെ ഒരു ടോപ്പിക്ക് തരുന്നു എന്നുള്ളതാണ്. ആർട്ട്, കൾച്ചർ, സ്പോർട്സ്, ലിറ്ററേച്ചർ നോക്കിയാൽ മതി. മറ്റ് സബ്ജക്റ്റ് എല്ലാം നമ്മൾ സ്കൂളിൽ പഠിച്ച സബ്ജക്റ്റാണ്, അല്ലേ? പ്രത്യേകിച്ച് എപ്പോഴും പറയുന്ന പോലെ നമ്മൾ അതൊക്കെ ഇമ്പോസിഷന് എഴുതിയ സബ്ജക്റ്റാണ്, അല്ലേ? മലയാളം, ഇംഗ്ലീഷ്, ഹിസ്റ്ററി, ജോഗ്രഫി, അല്ലേ, മാത്തമാറ്റിക്സ്, സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, അല്ലേ, ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ കേട്ടതും അതുകൊണ്ട് ഒരു പേടി കുറവുണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പേടി. പക്ഷേ ആർട്ട്, കൾച്ചർ, സ്പോർട്സ്, ലിറ്ററേച്ചറൊക്കെ കൊള്ളാം. സ്പോർട്സിൻ്റെ പീരീഡ് ടൈമിങ്ങിലാണെങ്കിലും പീരീഡ് ഉണ്ടായിരിക്കുന്ന ടൈമിങ്ങിൽ മിക്കവാറും നമുക്ക് വല്ല മാത്സ് ആയിരിക്കും കയറി വരിക എന്നുള്ളതായിരിക്കും. അതാണ് മറ്റൊരു സത്യം. അപ്പോഴാണ് PSC നമ്മളോട് ഇത് പഠിച്ചാൽ നമുക്ക് 10 മാർക്ക് കിട്ടുമെന്നും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് പഠിച്ച് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. സിലബസ് ഒന്ന് വായിച്ചിട്ട് വാ. അതിൽ കൊടുത്തിരിക്കുന്ന കേരളത്തിലെ പ്രധാന ദൃശ്യശ്രാവ്യ കലകൾ, ഇവയുടെ ഉത്ഭവം, വ്യാപനം, പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായിരിക്കുന്ന സ്ഥലങ്ങൾ, അവ കൊണ്ട് പരിശീലനം കൊണ്ട് പ്രശസ്തമായിരിക്കുന്ന സ്ഥലങ്ങൾ, അല്ലേ? പിന്നെ പ്രശസ്തമായിരിക്കുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചിരിക്കുന്നു. സ്ഥാപനങ്ങൾ, പ്രശസ്തരായ വ്യക്തികൾ, അതിലുള്ള കലാകാരന്മാർ, പ്രശസ്തരായ എഴുത്തുകാർ, അല്ലേ? എഴുത്തുകാരൊക്കെ നമുക്ക് കൂടുതൽ വരുന്നത് മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഇതിൽ എഴുത്തുകാരൊക്കെ വരുന്ന മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചോദ്യങ്ങളാണ്. നമ്മളിവിടെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്.
ദൃശ്യശ്രാവ്യ കലകളിൽ നിന്നും നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. 2021 മുതൽ 2026 വരെ നടന്ന പ്രിലിംസിന് കൂടുതൽ ചോദ്യങ്ങളിൽ വന്നിരിക്കുന്നത് ദൃശ്യശ്രാവ്യ കലകളാണ്. ദൃശ്യശ്രാവ്യ കലകൾ, കണ്ണുകൊണ്ടും കാതുകൊണ്ടും നമുക്ക് കേട്ട് നമ്മൾ രസിക്കുന്ന കലകൾ അല്ലേ. പ്രധാനമായിട്ടും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് കൂടിയാട്ടത്തിൽ നിന്നാണ്. കൂടിയാട്ടം അനുഷ്ഠാന കലകളിൽ പ്രധാനങ്ങളാണ് കൂടിയാട്ടം, മുടിയേറ്റ്, ഓട്ടംതുള്ളൽ, കണ്യാർകളി, ഗദ്ദിക, കുതിരകളി, കുമ്മാട്ടി അല്ലേ. ഇതിൽ നിന്നാണ് നമ്മളോട് കൂടുതൽ. അതിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ചോദ്യം, ഏറ്റവും കൂടുതൽ 2021 മുതൽ 2026 വരെ നടന്ന 16 ഡിഗ്രി പ്രിലിംസ് എക്സാമുകൾ ഉണ്ടായിരുന്നു. 16 എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് കൂടിയാട്ടത്തിൽ നിന്നാ. കൂടിയാട്ടം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്ന ആദ്യ ഭാരതീയ കലാരൂപമായത് കൊണ്ട് തന്നെ ആയിരിക്കണം കൂടിയാട്ടത്തിൽ നമ്മളോട് ചോദ്യങ്ങൾ വരിക. ഒപ്പം ദൃശ്യശ്രാവ്യ കലകളിൽ പി എസ് സി നമ്മളോട് ചോദിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ. ഇന്ത്യയിലെ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളാണ് പിന്നെ വരുന്ന ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ കൂടിയാട്ടം, കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രധാന കലാരൂപങ്ങളായിരിക്കുന്ന കൂടിയാട്ടം, തെയ്യം, പടയണി അല്ലേ, മുടിയേറ്റ്, മുടിയാട്ടം, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, നങ്ങിയാർകൂത്ത്. അതിനുശേഷം നമ്മളോട് വരുന്നത് ക്ലാസിക്കൽ നൃത്തരൂപങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ അവയുമായി ബന്ധപ്പെട്ട പ്രശസ്തമായിരിക്കുന്ന ഒരു സ്ഥാപനം നമുക്ക് തന്നിട്ടുണ്ട് പഠിക്കാൻ. സ്ഥാപനം, ആ സ്ഥാപനങ്ങളിൽ പറയുന്നത് പ്രധാനമായിട്ടും കേരള കലാമണ്ഡലമാണ്. കൂടുതൽ ചോദിച്ചിരിക്കുന്ന ഒരു കേരള കലാമണ്ഡലം. നമുക്കൊന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യുമ്പോൾ അത് നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. ഇപ്പോഴും പറയുന്നു, ഇതൊക്കെ കേട്ട് ടെൻഷൻ അടിക്കണ്ട എന്നുള്ളതാണ്. ശേഷം നമുക്ക് നോക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് അതിനകത്ത് നമുക്ക് വരുന്ന കായികം അല്ലേ, സ്പോർട്സ്. മിക്കവാറും കേട്ടിട്ടുള്ളൊരു കാര്യം, സ്പോർട്സ് തലയിൽ കയറുന്നില്ല. സ്പോർട്സ് നമ്മൾ ഇത്രയും പഠിക്കണോ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, സ്കൂളിൽ പോലും നമ്മൾ സ്പോർട്സ് നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ സ്പോർട്സിനെ പറ്റി കൂടുതലൊന്നും അറിഞ്ഞുകൂടാ, TV പോലും നമ്മൾ കാണില്ലായിരിക്കാം എന്നുള്ളതാണ് വലിയൊരു സത്യം അല്ലേ. സ്പോർട്സിൽ എന്തൊക്കെ പഠിക്കണമെന്നതാണ് തന്നിരിക്കുന്നത്. നോക്കി, കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങളെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കായിക താരങ്ങൾ, അവരുടെ കായിക ഇനങ്ങൾ, അവരുടെ നേട്ടങ്ങൾ, അവർക്ക് ലഭിച്ചിട്ടുള്ള പ്രധാന ബഹുമതികൾ അല്ലേ. ഫോർ എക്സാമ്പിൾ PT ഉഷ അല്ലേ. മലയാളികളെ സംബന്ധിച്ച് നമുക്ക് ആദ്യം വരുന്ന ഒരു വ്യക്തികളിൽ ഒരു വ്യക്തി PT ഉഷ തന്നെയാണ്. PT ഉഷ അല്ലേ, PT ഉഷ. നമുക്കറിയാം, ഒളിമ്പിക്സിൽ കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും അത്ലറ്റിക്സിന്റെ ഫൈനലിൽ എത്തുന്ന ആദ്യ വനിതയും കൂടിയാണ് PT ഉഷ. രാജ്യം അർജുന അവാർഡ് നൽകി ആദരിച്ചിട്ടുണ്ട്, പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട് PT ഉഷയ്ക്കെല്ലാം അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും PT ഉഷ പങ്കെടുത്ത ഒളിമ്പിക്സ് അത് ഏത് വർഷം നടന്നു, PT ഉഷ എത്രാം സ്ഥാനത്തൊക്കെ എത്തി, ആ വക ചോദ്യങ്ങളേ ഉള്ളൂ. നമുക്കിതൊക്കെ കിട്ടേണ്ടതാണ് ചോദ്യങ്ങൾ പ്രിലിംസിന്. പിന്നെ രണ്ടാമത് നോക്കിയോ, പ്രധാന അവാർഡുകൾ അല്ലേ. നമ്മളെ സംബന്ധിച്ച് BS ചോദിക്കുന്ന പ്രധാന അവാർഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്ന് ദ്രോണാചാര്യ പുരസ്കാരം, രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം, അർജുന അവാർഡ്. ഇന്ത്യയിലെ മികച്ച കായിക താരങ്ങൾക്ക് കേന്ദ്ര കായിക യോജന മന്ത്രാലയം നൽകുന്ന പരമോന്നത പുരസ്കാരങ്ങളാണ് അല്ലേ ഈ പുരസ്കാരങ്ങൾ. പ്രധാന അവാർഡുകൾ നമ്മളോട് നോക്കണം, പേടിക്കണ്ടെന്നേ, സിമ്പിളായിട്ട് കിട്ടും. ഇതിനോടൊപ്പമാണ് അവർ ഇടയിൽ കൂടി കറണ്ട് അഫെയർ കൂടി നമ്മളോട് കൊണ്ട് ചേർത്ത് തരുന്നത്, അതും നമുക്ക് കിട്ടണം അല്ലേ. പിന്നെ പറയുന്നു പ്രധാന ട്രോഫികൾ അല്ലേ. രഞ്ജി ട്രോഫി ഏത് കായികവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടില്ലേ? രഞ്ജി ട്രോഫി ഏത് കായികവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ? ചോദ്യങ്ങൾ ചോദിക്കുന്നതാ രഞ്ജി ട്രോഫി.
കായിക ഇനങ്ങൾ പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം, കായിക ഇനങ്ങളും പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം. സിമ്പിൾ ചോദ്യങ്ങളാണ്. ടോപ്പിക്കൊക്കെ കാണുമ്പോൾ ഇറങ്ങി ഓടിയാലെന്നൊക്കെ തോന്നുമെങ്കിലും സിമ്പിൾ ചോദ്യങ്ങളാ. പോളോ കളിക്കാരുടെ എണ്ണം POLO. എടാ 4 പോളോ കളിക്കാരുടെ എണ്ണം ചോദിച്ചാൽ 4. ഓക്കെ. കായിക ഇനങ്ങളും കളിക്കാരുടെ എണ്ണം നമ്മളോട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ, നമ്മൾ പഠിക്കുന്നതല്ല, നമ്മൾ പഠിക്കേണ്ടതാണ് എന്നുള്ളതാണ് സത്യം. ഡിഗ്രി ലെവലിനെ സംബന്ധിച്ച് നമുക്കൊരല്പം പാടായിട്ട്, സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരല്പം പാടായിട്ട് ഇതിന് തോന്നുന്ന ഇതിനകത്തൊരു സാധനം, കളിയുമായി ബന്ധപ്പെട്ട പ്രധാന ടേംസ്, പദങ്ങൾ തന്നിരിക്കുന്നു. ഇവിടെ കളിയെ തന്നെ നമുക്ക് വലിയ ധാരണയില്ല. അപ്പോൾ കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രധാന പദങ്ങളാണ് നമ്മളോട് പഠിച്ചുകൊണ്ടിരിക്കാൻ പറയുന്നത് അല്ലേ. ലിബറോ കൂടുതൽ തവണ ചോദിക്കുന്നത്. ലിബറോ ഏത് കായികവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വോളിബോൾ അല്ലേ. സോ ഇത് നമുക്കൊരു ബാലികേറ മല പോലെ തോന്നും. നോ ടെൻഷൻ, സെറ്റാക്കാം. നമുക്ക് ഒന്നുകൂടെ നിന്ന് കഴിഞ്ഞാൽ ഇത് സെറ്റാകാന്നുള്ളൊരു ടോപ്പിക്കാണ്. പിന്നെ കിടക്കുന്നു പിള്ളേരെ ഒളിമ്പിക്സ് അല്ലേ. കായികത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒളിമ്പിക്സ്. വിന്റർ ഒളിമ്പിക്സ് ഉണ്ട്, പാരാലിമ്പിക്സും ഉണ്ട് അല്ലേ. ആ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് ലോകത്തിലെ ഏറ്റവും മികച്ച കായികങ്ങളിലൊന്ന്, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കം എന്ന് പറയുന്ന ഒളിമ്പിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. BSc അറിഞ്ഞിരിക്കേണ്ടേ. ആ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ കറണ്ട് അഫെയർ ചോദ്യങ്ങൾ വരാം കൂടുതൽ. ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദ്യങ്ങൾ, അടിസ്ഥാന വിവരങ്ങൾ തന്നിരിക്കുന്നു. ഒളിമ്പിക്സിന്റെ അടിസ്ഥാന വിവരങ്ങൾ, എന്നാരംഭിച്ചു, എവിടെ ആരംഭിച്ചു, എന്ന് നിർത്തലാക്കി, ആര് നിർത്തലാക്കി, എത്ര ദിവസമുണ്ടായിരുന്നു, ഒളിമ്പിക്സിന്റെ പതാക എന്ത്, ഒളിമ്പിക്സിന്റെ പ്രതിജ്ഞ എന്ത്, ആദ്യമായി ദീപശിഖ പ്രയാണം, ഒളിമ്പിക്സിന്റെ ഗാനം. ദേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെ സിമ്പിളായിട്ട് നമുക്ക് ഒളിമ്പിക്സ് പഠിക്കാം എന്നുള്ളതാണ്. ആ ഒളിമ്പിക്സിന്റെ പ്രധാന വേദികൾ അത് ഏതൊക്കെ രാജ്യങ്ങളാണ്? ദേ 2024 പാരീസ് ഒളിമ്പിക്സ് നടന്നു. എത്ര തവണ PSc ചോദിച്ചു, കിട്ടേണ്ടതാണ്. പ്രധാന വേദികൾ, ആ വേദികൾ അല്ലെ, പാരീസ് ഒളിമ്പിക്സ്, രാജ്യങ്ങള് അല്ലെ, പ്രശസ്ത വിജയികൾ, അവയുടെ കായിക താരങ്ങൾ, അവയുമായി ബന്ധപ്പെട്ട കായിക താരങ്ങൾ. ഇന്ത്യയിൽ നിന്നും ആർക്കെങ്കിലും മെഡൽ നേടുകയാണെങ്കിൽ PSc അത് റിപ്പീറ്റഡ് ആയിരിക്കും. പിന്നീട് ഒരു ഒളിമ്പിക്സിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ കായിക താരമായിട്ട് മനു ഭാക്കർ വന്നതോടുകൂടി 100 ക്വസ്റ്റ്യനിൽ 99 ക്വസ്റ്റ്യൻ നമ്മൾ ഒന്ന് നോക്കേണ്ടിയിരിക്കുന്ന കാര്യം, ഒരു ക്വസ്റ്റ്യൻ ഇവിടെ മിക്കവാറും എക്സാമിന് മനു ഭാക്കർ തന്നെയായിരിക്കും അല്ലേ. ഒരു ഒളിമ്പിക്സിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ കായിക താരം ഷൂട്ടർ മനു ഭാക്കറാണ്. അത് കിട്ടും. നമ്മളെ സംബന്ധിച്ച് അത് വലിയൊരു നേട്ടം. ദേ നോക്കൂ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ അല്ലേ. ശ്രദ്ധേയമായിരിക്കുന്ന നമ്മുടെ പ്രധാനപ്പെട്ട പ്രകടനങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെ, അതിലേതെങ്കിലും ഒരു മലയാളിക്കൊരു മെഡൽ ലഭിച്ചുവെങ്കിൽ PSc തിരിഞ്ഞു പിരിഞ്ഞ് നോക്കൂല. അതൊക്കെ തന്നെയാണ് ചോദിക്കുന്നത്. സിലബസിനെ സ്നേഹിക്കുക ആദ്യം. ഇത് നമ്മൾ പഠിച്ചാൽ കിട്ടുമെന്ന് ആദ്യം നിങ്ങൾ തന്നെ ഒരു സ്വയം, ഇതൊക്കെ നമ്മൾ പഠിച്ചാൽ കിട്ടും, നമ്മളൊന്നിരുന്നാൽ മതി എന്ന് മാത്രം ഒന്ന് ചിന്തിക്കുക അല്ലേ. വിന്റർ ഒളിമ്പിക്സ്, പാരാലിമ്പിക്സ് കഴിഞ്ഞില്ല. കായികവുമായി ബന്ധപ്പെട്ട് ഏഷ്യൻ ഗെയിംസ് ഇപ്രാവശ്യം നോക്കിയിരിക്കേണ്ടതാണ്. ഏഷ്യൻ ഗെയിംസും കോമൺവെൽത്ത് ഗെയിംസും. നമ്മുടെ നല്ല സമയം ഈ 2026 ഇത് രണ്ടും നടക്കുന്നു എന്നുള്ളതാണ്. 2026 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നു ജപ്പാനിൽ, 2026 സ്കോട്ട്ലാൻഡിൽ കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നു എന്നുള്ളതാണ് അല്ലേ. ആഹാ, ഞാൻ പറയുന്നത് ഇതൊക്കെ നടക്കുന്നത് വളരെ നല്ലതാണ്. കാര്യം നമ്മൾ ഇതിൽ നിന്നുള്ള പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാർക്ക് കിട്ടൂലേ, അതല്ലേ. 2026 കോമൺവെൽത്ത് ഗെയിംസിലും 2026 ഏഷ്യൻ ഗെയിംസിലും 2026 കോമൺവെൽത്ത് ഗെയിംസിലും ഏഷ്യൻ ഗെയിംസിലും മെഡൽ നേടിയിരിക്കുന്ന ഇന്ത്യക്കാരൻ, സ്വർണ്ണ മെഡൽ നേടിയിരിക്കുന്ന ആ ഇന്ത്യക്കാരനാര്, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പോരെ. ഇതാണ് പറഞ്ഞത്, സിലബസിനെ ഒന്ന് സ്നേഹിക്കുക. ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നമ്മളെ സംബന്ധിച്ച് ഒറ്റ തവണ മാത്രമേ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്നുള്ളൂ, പിന്നെ നടന്നില്ല എന്നുള്ളതാണ് വലിയൊരു സത്യം. ഭാഗ്യം അത് BSc എന്തുകൊണ്ടോ നമ്മുടെ സിലബസിൽ പ്രിലിംസിന് തന്നിരിക്കുന്നു. സാഫ് ഗെയിംസ് അല്ലേ, സൗത്ത് ഏഷ്യൻ ഗെയിംസ് വേദികൾ എവിടെ നടക്കും, അത് ഏത് രാജ്യങ്ങൾ പങ്കെടുക്കുന്നു,
അവിടെ ഇന്ത്യയുടെ ശ്രദ്ധേയമായിരിക്കുന്ന പ്രകടനം, ഇതര വസ്തുക്കൾ അല്ലെ ആരെങ്കിലും വേൾഡ് റെക്കോർഡ് എങ്ങാനും കൊണ്ട് തന്നിട്ടുണ്ടോ? സോ ഇതൊക്കെയാണ് അവിടെ ചോദിക്കുന്നത്. ഈ 7 എന്നൊരു പോയിന്റ് കൊടുത്തിട്ട് അവിടെ ഒരു 4 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളെ പേടിപ്പിക്കാനുള്ള പോയിന്റാണ്, അത് പേടിക്കൊന്നും വേണ്ട. ഓക്കെ. സോ അതിനകത്ത് നിന്നുള്ള കുഞ്ഞു 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 ചോദ്യങ്ങളാണ്. കീറി മുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതാ ചോദിക്കുന്നത്. ഓക്കെ. പിന്നെയുള്ള നമ്മുടെ ദേശീയ ഗെയിംസ് അല്ലെ, നാഷണൽ ഗെയിംസ് നടക്കും. ഓക്കെ. ദേശീയ ഗെയിംസിൽ നമുക്ക് റെക്കോർഡ് വല്ലതുമുണ്ടോ? ദേശീയ ഗെയിംസിൽ മലയാളികൾ വല്ലതും പോയി മത്സരിച്ച് പുതിയ റെക്കോർഡ് എങ്ങാനും കൊണ്ട് തന്നോ? എവിടെയായിരുന്നു വേദി? എന്താണ് ഭാഗ്യചിഹ്നം? അത്രയൊക്കെ ഉള്ളൂ ദേശീയ ഗെയിംസിൽ വരുന്നത്. ഓക്കെ. പിന്നെയുള്ളത് ഈ ഗെയിംസും ഇനങ്ങളും തന്നിരിക്കുന്നു. ഗെയിംസ് ഇനങ്ങൾ. ഒരു പ്രശസ്തമായിരിക്കുന്നൊരു വ്യക്തി വിശ്വനാഥൻ ആനന്ദ്. ഏത് കായിക ഇനം? ചെസ്. ഇന്ത്യയിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് വിശ്വനാഥൻ ആനന്ദ്. ഈ താരങ്ങൾ അവയുടെ നേട്ടങ്ങൾ തന്നിരിക്കുന്നു. സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടാവുന്ന സാധനങ്ങളേ ഉള്ളൂ. ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങൾ. PYQ ക്വസ്റ്റ്യൻസ് ഒക്കെ പല എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുന്നവർക്കറിയാം. PSC എനിക്ക് തോന്നുന്നു 100 തവണ ചോദിച്ചിരിക്കുന്നത് ബംഗ്ലാദേശിൻ്റെ ദേശീയ കായിക ഇനം എന്ത് എന്നുള്ളതാണ്. അല്ലേ? ബംഗ്ലാദേശിന് നമുക്കറിയാം കബഡി. എന്നാൽ കബഡിയുടെ ജന്മദേശോ? ഇന്ത്യ. അത് നമ്മളറിയണം. ബംഗ്ലാദേശിൻ്റെ കായിക ഇനമാണ്, ബംഗ്ലാദേശിൻ്റെ കായിക ഇനം കബഡി. കബഡിയുടെ ജന്മദേശോ? ഇന്ത്യ. സിമ്പിൾ അല്ലേ? ഈ വക ചോദ്യങ്ങളല്ലേ നമ്മളോട് ചോദിക്കുക. അപ്പൊ ആർട്ട് കൾച്ചറിൽ നമ്മൾ ആർട്ട് നമ്മളൊന്ന് നോക്കിയായിരുന്നു. പിന്നെ ആർട്ട് കൾച്ചർ സ്പോർട്സ് ലിറ്ററേച്ചറിൽ നമ്മൾ സ്പോർട്സ് ഒന്ന് നോക്കിയായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ സാഹിത്യത്തിലോട്ടാണ്. മലയാള സാഹിത്യം. മലയാളം സാറ് ഈ കീറി മുറിച്ച കാര്യങ്ങൾ പറഞ്ഞു തന്നു എന്ന് സാറ് പറഞ്ഞായിരുന്നു മലയാളത്തിൽ നിന്ന്, അല്ലേ? ഡിഗ്രി പ്രിലിംസ് ക്വസ്റ്റിനകത്ത് ഉറപ്പായിട്ടും 1 മാർക്കിന് നിങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യം തൂലികാനാമമാണ്. എഴുതി വെച്ചോ, തൂലികാനാമം. ഒരു എക്സാമിന് 2 തവണ ചോദിച്ചിട്ടുണ്ട് തൂലികാനാമം. തൂലികാനാമം നിങ്ങൾക്ക് ഉറപ്പാണ് ചോദ്യം. ഒപ്പം കൃതി തരും. അതിനുശേഷം അവയിലെ കഥാപാത്രത്തെ തരും. കഥാപാത്രം, കൃതിയും കഥാപാത്രവും. യാതൊരു സംശയവും വേണ്ട. തൂലികാനാമം ഉറപ്പാണ്. ഈ കഴിഞ്ഞിരിക്കുന്ന ഡിഗ്രി പ്രിലിംസിന് നമ്മൾ മാരത്തോണിൽ പറഞ്ഞിരിക്കുന്ന തൂലികാനാമങ്ങൾ അതേപോലെ അച്ചടി പോലെ ചോദിച്ചു. തൂലികാനാമം ഉറപ്പാണേ, ചോദിച്ചു. 1 മാർക്ക് വെറുതെ കിട്ടൂല. മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദ്യ കൃതികൾ, കർത്താക്കൾ, പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങളും ആദ്യ കൃതികളും, ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ, അവയുടെ കർത്താക്കൾ. അത് തന്നെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. എഴുത്തുകാർ, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ. കേരള മോപ്പസാങ് ആര്? കേരള വ്യാസൻ ആര്? സിമ്പിൾ ചോദ്യമല്ലേ? ഡിഗ്രി പ്രിലിംസ് ഒരു ബാലികേറ മലയൊന്നും അല്ല എന്നുള്ളതാണ്. നോക്കൂ, പ്രശസ്തമായിരിക്കുന്ന വരികൾ അതേത് കൃതിയിലേതാണ്, ആരെഴുതിയിരിക്കുന്നു, കിട്ടേണ്ടതാ. മലയാള പത്രപ്രവർത്തനത്തിന്റെ ആരംഭം, തുടക്കം കുറിച്ചവർ, അവയുമായി ബന്ധപ്പെട്ട ആനുകാലിക വിഷയങ്ങൾ. അല്ലെ? മലയാള പത്രം ആദ്യം അച്ചടിച്ച ആദ്യ പത്രം ഏത്? പയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന മുഖക്കുറിപ്പോടെ ആരംഭിച്ച മലയാള പത്രം ഏത്? മലയാള പത്രത്തിൽ നമ്മൾ ഇതൊക്കെ സിമ്പിളായിട്ട് പഠിച്ചു പോകുന്നതല്ലേ? അത് നിങ്ങൾ LGSന് ചിലപ്പോൾ ചോദ്യങ്ങൾ വരാം അതിനകത്ത് നിന്ന്, LDക്ക് ചോദ്യങ്ങൾ വരാം അതിനകത്ത് നിന്ന്. ഡിഗ്രി പ്രിലിംസിന് ഇതൊക്കെ തന്നെയാണെന്ന്. ഈ പ്രിലിംസിനും സിമ്പിൾ. പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതികൾ, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, വയലാർ പുരസ്കാരം, ഉള്ളൂർ സാഹിത്യ പുരസ്കാരം. ഇതൊക്കെ നമ്മൾ കറണ്ട് അഫെയറിൽ കൂടി നോക്കുന്നതല്ലേ? സോ അതൊക്കെയാണ്. അവർക്ക് ഏത് പുരസ്കാരത്തിന് ലഭിച്ചു, അതേതായിരുന്നു കൃതി? കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികൾ അതേത് വിഭാഗത്തിൽ വരുന്നു? പിന്നെ തന്നിരിക്കുന്നു ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അനുബന്ധ വസ്തുക്കൾ.
നമ്മളെ സംബന്ധിച്ച് ഒട്ടനവധി പേർക്കൊന്നും ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടില്ല. 6 പേർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു എന്നുള്ളതും 6 പേരെ നമുക്ക് വൃത്തിക്ക് അറിയാവുന്നുള്ളതും ഏത് വർഷമാണെന്ന് നമുക്ക് സിമ്പിളായിട്ടും ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വ്യക്തിയുടെ കൃതിയിൽ ഉൾപ്പെടാത്തത് ഏത്, ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വ്യക്തി ഏത് വർഷം അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു, അദ്ദേഹത്തിന് ഏത് വർഷം പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. സിമ്പിളാ. 1 മാർക്ക് ഈ തൂലികാനാമം പോലെ 1 മാർക്ക് ഉറപ്പായിട്ടുള്ളതാണ് ജ്ഞാനപീഠ പുരസ്കാരം. മലയാള സിനിമയുടെ ഉത്ഭവം, വളർച്ച, നാഴികക്കല്ലുകൾ, പ്രധാന സംഭാവന നൽകിയവർ, മലയാള സിനിമയും ദേശീയ അവാർഡും. എനിക്ക് തോന്നുന്നു ആർട്ട് കൾച്ചർ സ്പോർട്സ് ലിറ്ററേച്ചറിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാഠഭാഗം മലയാള സിനിമ. അതാകുമ്പോൾ പിന്നെ നമ്മൾ സിനിമയാണല്ലോ. സിനിമയൊക്കെ പഠിച്ചുകൊണ്ട് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം, സ്വർണ്ണകമലം നേടിയ ആദ്യ മലയാള ചിത്രം, ആര് സംവിധാനം ചെയ്തു, അല്ലേ? പിന്നെ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പാട്ട് വരെ ഇവിടെ നിന്ന് പാടിയിട്ടുണ്ട്. കൂടെ പാടിയവരായിരിക്കണം നിങ്ങൾ. കിട്ടേണ്ടതാണ് മലയാള സിനിമ ഉത്ഭവവും വളർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ നമുക്ക് നോക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കാരമാണ്. കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചോദ്യങ്ങൾ. കേരള സംസ്കാരം കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്ന 2 പ്രധാനപ്പെട്ട പാഠഭാഗത്തിൽ നിന്ന്. അതിലൊന്ന് വള്ളം കളികൾ. കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ടത് പ്രധാനമാണ് വള്ളം കളികൾ. അത് നിങ്ങൾ ഒരു പക്ഷേ ജോഗ്രഫിയിൽ നോക്കുന്നുണ്ടായിരിക്കും വള്ളം കളികൾ. ഇവിടെയും നമ്മൾ നോക്കണം വള്ളം കളികൾ. മറ്റൊന്ന് ഓണം റിലേറ്റ് ചെയ്താണ് നമ്മൾ കൂടുതൽ ചോദിച്ചത്. വള്ളം കളികളും ഓണവുമാണ്. ഓണം വള്ളം കളികൾ നോക്കാം. കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ ഒന്നല്ലേ ഓണം, വള്ളം കളികൾ, മാമാങ്കം. കഴിഞ്ഞു എന്നാലും പ്രധാന ആഘോഷങ്ങളായിരുന്നു മാമാങ്കം, അല്ലെ? ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായ ഉത്സവങ്ങൾ. തൃശ്ശൂരിൽ നമ്മൾ പൂരം നടത്തുന്നു. തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളി ഉറൂസ് നടത്തുന്നു, അല്ലേ? മാരാമൻ കൺവെൻഷൻ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനം കൂടിയാണ് മാരാമൻ കൺവെൻഷൻ നമ്മൾ നടത്തുന്നു. പമ്പ നദീതീരത്ത്. ദേ കഴിഞ്ഞു. ഇതൊക്കെയാ ചോദിക്കുന്നത്, ഇല്ലേ? കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, പ്രശസ്തമായ സ്ഥലം അപ്പുറത്ത് തന്നിട്ടുണ്ട്. സാംസ്കാരിക കേന്ദ്രങ്ങൾ കിട്ടണം. വാസവിദ്യാ ഗുരുകുലം ആറന്മുളയിൽ. ദേ ആരാധനാലയങ്ങൾ, ക്ഷേത്രങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ. ഇപ്രാവശ്യം പക്ഷേ നമ്മളെ ഒന്ന് കുഴപ്പിച്ച ഒരു സാധനം എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പ്രിലിംസിന്, അല്ലേ? തന്നിരിക്കുന്നതിൽ ബുദ്ധമത ക്ഷേത്രമേത്, ജൈനമത ക്ഷേത്രമേത്, അങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. കല്ലിൽ ക്ഷേത്രം, അതൊക്കെ നമ്മൾ എഴുതുമായിരുന്നു. കല്ലിൽ ക്ഷേത്രം എവിടെയാണ്, അല്ലേ? ഈ വക ചോദ്യങ്ങൾ എവിടെ നിന്നാണ് എന്നുള്ളതാണ് നമ്മളൊരു കൺഫ്യൂസിങ്, അല്ലേ? ആർട്ട്, കൾച്ചർ, സ്പോർട്സ്, ലിറ്ററേച്ചർ, ഈ കൂട്ടത്തൊരു സാധനം കൂടി ഞാൻ പറഞ്ഞുതരാം. ശാസ്ത്ര സാങ്കേതിക വിദ്യ. ഇതൊന്നും നമുക്ക് 10ാം ക്ലാസ്സിലെയോ +2-ലെയോ പാഠപുസ്തകത്തിനകത്ത് നിന്ന് PS ചോദിക്കുന്നതല്ല കൂടുതലും. ഒന്നുകിൽ നമ്മളിത് തപ്പിപ്പോണമെങ്കിൽ കേരള ടൂറിസം വകുപ്പിൻ്റെ സൈറ്റിൽ പോകണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ PSC ബുള്ളറ്റിനകത്ത് നമുക്ക് നോക്കുകയാണെങ്കിലും സാധനം കിട്ടും. മൂന്നാമത് നിങ്ങൾക്കുള്ള ഓപ്ഷൻ റിട്ടേണിലെ ക്ലാസ്. ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കാര്യം ഈ വക കാര്യങ്ങൾ നമുക്ക് ഡിഗ്രി പ്രിലിംസിന് നമുക്ക് തന്നിട്ട് ഇത്രയിൽ നിന്നും നമുക്ക് 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ആദ്യം ഞാനൊരു കാര്യം പറഞ്ഞു, നമുക്ക് ഈ 8-9 മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാനുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് കിടപ്പുള്ളത്. ഒപ്പം കൂടിയാണ് ഇതിൻ്റെ കൂടി ഒരു കറണ്ട് അഫെയറും കൂടി. കറണ്ട് അഫെയർ നമ്മളെല്ലാം നോക്കുന്നതല്ലേ. സിലബസിനെ സ്നേഹിക്കൂ. സിലബസിലുള്ളത് നമ്മൾ പഠിച്ചാൽ കിട്ടുമെന്നുള്ളൊരു ബോധ്യം വരണം. പക്ഷേ മെയിൻസിനോട്ട് വരുമ്പോൾ മാർക്ക് മാറും. ഇവിടെ പ്രിലിംസിന് തന്നിരിക്കുന്നത്, അതായത് പ്രിലിംസിന് 10 മാർക്കിനെങ്കിലും മെയിൻസിന് മാർക്ക് മാറും എന്നുള്ളതാണ്. മെയിൻസിലോട്ട് വരുമ്പം മെയിൻസ് സിലബസിൽ ഈ ആർട്ട്, കൾച്ചർ, സ്പോർട്സ്, ലിറ്ററേച്ചറിലൊക്കെ വരുമ്പം മാർക്ക് മാറും. സെക്രട്ടേറിയറ്റിന് 11 മാർക്കിനാണ് ചോദ്യം വന്നിരിക്കുന്നത്. 11 മാർക്കിന് ചോദ്യം വന്നിരിക്കുന്നു. 11 മാർക്കിന്
പ്രിലിംസിൽ നിങ്ങൾക്ക് 10 മാർക്കിന് സാധനം കിട്ടുകയാണെങ്കിൽ, പ്രിലിംസിന് 10 മാർക്കിൻ്റെ ഒരു 9 മാർക്ക്, നമുക്ക് എനിക്ക് തോന്നുന്നത് ആത്മാർത്ഥമായിട്ട് ഇരിക്കുകയാണെങ്കിൽ മറ്റ് സബ്ജക്റ്റ് പോലെയല്ല, നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു സബ്ജക്റ്റും കൂടിയാണ് ആർട്ട് ആൻഡ് കൾച്ചർ. ആദ്യമായിട്ട് കേൾക്കുന്നതാണ്, പെട്ടെന്ന് നമ്മുടെ മനസ്സിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. എന്നാൽ മെയിൻസിനോട്ട് പോകുമ്പോഴുള്ള കഥ മാറി. 11 മാർക്കിനാണ്. ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ 8 മാർക്കിനും സ്പോർട്സ് 3 മാർക്കിനുമാണ് തന്നിരിക്കുന്നത്. 11 മാർക്ക്. ഓക്കെ, മറ്റ് സബ്ജക്റ്റിനേക്കാൾ കൂടുതൽ മാർക്ക് നമുക്കിവിടെ ആർട്ട്, കൾച്ചർ, സ്പോർട്സ്, ലിറ്ററേച്ചറിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സെക്രട്ടേറിയറ്റിനാണ് മെയിൻസിന്. എന്നാൽ യൂണിവേഴ്സിറ്റിക്ക് നോക്കുമ്പോൾ നമുക്ക് അവിടെയും കഥ മാറി. മെയിൻസിന് 5 മാർക്കിനാണ് യൂണിവേഴ്സിറ്റിക്ക്. 5 മാർക്കിനാണ് ചോദ്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 5 മാർക്കിന് പിന്നീട് ഒരു ചോദ്യം വരുമ്പോൾ ഇതിനകത്ത് നിന്ന് നമ്മൾ പഠിച്ച പാഠഭാഗത്ത് നിന്ന് ഒരു അല്പം ആഴത്തിൽ നിന്ന് ചോദ്യങ്ങൾ വരും. അല്പം ആഴത്തിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ, അത്ര തന്നെ. അവിടെ ടെൻഷൻ ചെയ്യണ്ട. മെയിൻസ് അവിടെ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ, പ്രിലിംസ് അവിടെ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ മെയിൻസ് നമുക്ക് ഇത്തിരി കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ ഒരു UPSC ലെവലൊക്കെ എക്സാം എഴുതുന്നവർക്ക് ഇതൊരു ബേസാണ്, അല്ലേ? ഇതൊരു ബേസാണ്. നിങ്ങൾക്ക് ആ എക്സാമൊക്കെ എഴുതുന്നെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഒരു ബേസാണ്. നമ്മളെ പ്രിലിംസ് എന്ന് പറഞ്ഞൊരു ബേസാണ് നമ്മൾ കണ്ടാൽ മതി. ഫ്രഷ് ടീംസിനാണെങ്കിൽ നോക്കൂ, തിരിക്കൂടി ബേസായിട്ട് സാധനം കൊണ്ടുപോകാം എന്നുള്ളതാണ്, അല്ലേ? സിമ്പിളല്ലേ കാര്യങ്ങളൊക്കെ? ഓക്കെ, എവിടെ നിന്ന് പഠിക്കണം എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളിങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു സബ്ജക്റ്റ്. ഞാൻ പറഞ്ഞു, നമ്മുടെ ശാസ്ത്ര സാങ്കേതിക മേഖല പോലെയാണിത്. നിങ്ങൾ തിരിഞ്ഞും പിരിഞ്ഞും നോക്കണ്ട, കയറിപ്പോര്, സെറ്റാക്കി തരാം എന്നുള്ളതാണ്. നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ്, അതായത് 1-2 ക്വസ്റ്റ്യൻസ് കൂടി നോക്കുമ്പോൾ നമുക്കന്ന് കിട്ടും എന്നുള്ളതാണ്. നോക്കൂ. ഓക്കെ, നെയിം ദ ആൻഷ്യന്റ് സാൻസ്ക്രിറ്റ് തിയേറ്റർ പ്രാക്ടീസ്ഡ് ഇൻ കേരള. ഒരു സംസ്കൃത നാടകം ഏത് എന്നുള്ളതാണ് ചോദ്യം. കൂടിയാട്ടമാണോ, പാടകമാണോ, രൂപകയാണോ, പ്രഹസനയാണോ എന്നുള്ളതാണ് ചോദ്യം, അല്ലേ? ഞാൻ പറഞ്ഞു, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിരിക്കുന്ന ആദ്യ ഭാരതീയ കലാരൂപവും ആദ്യ കേരളീയ കലാരൂപമായിരിക്കുന്നതാണ് കൂടിയാട്ടം. കൂടുതൽ ആ ചോദ്യങ്ങൾ അവിടെ നിന്നാണ്. കൂടിയാട്ടം ഒരു സംസ്കൃത നാടകമാണ്. ഈ ക്ലാസ് കാണുന്ന പലർക്കും ഒരുപക്ഷെ മുന്നേ ക്ലാസ്സിൽ ഇരുന്നവർക്കാണെങ്കിൽ എന്താ പറയുക, ഈ ആൻസർ ടപ്പേന അവർ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. കൂടിയാട്ടം. കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള ചോദ്യം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. കേരള കലാമണ്ഡലം നമുക്കറിയാം, തൃശ്ശൂർ ജില്ലയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നു. പ്രിലിംസിന് ചോദിച്ച ചോദ്യങ്ങളാണ്, ഇറങ്ങി ഓടിക്കളയരുത്. 031/2023 ക്വസ്റ്റ്യൻ പേപ്പർ പ്രിലിംസിന് ചോദിച്ച കേരള കലാമണ്ഡലം. ദ വെന്യൂ ഓഫ് ഉത്രട്ടാതി ബോട്ട് റൈസ് ഇൻ കേരള ഈസ്. ഉത്രട്ടാതി വള്ളംകളിക്ക് പ്രസിദ്ധമായിരിക്കുന്ന, അല്ലേ, സ്ഥലം ഏത് എന്നുള്ളതാണ്, അല്ലേ? നമുക്ക് എപ്പോഴും അറിയാം, ആറന്മുള ഉത്രട്ടാതി വള്ളംകളി പ്രിലിംസിന് ചോദിച്ചതാ. ഹു ഈസ് ഹോസ്റ്റിംഗ് ദി വിന്റർ ഒളിമ്പിക്സ് 2026? 2026 വിന്റർ ഒളിമ്പിക്സിന്റെ നോക്കൂ, ഇതിന്റെ ഇടയിൽ ഒരു കറണ്ട് അഫെയർ കൊണ്ടിട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇറ്റലി നടക്കും വിന്റർ ഒളിമ്പിക്സ്, ഇറ്റലി, അല്ലേ? ഹു ഈസ് ആദർ ഓഫ് രാമകഥാപാട്ട് എന്നുള്ളതാണ്. രാമകഥാപാട്ട് എഴുതിയത് ആര് എന്നുള്ളതാണ്. രാമകഥാപാട്ട് എഴുതിയിരിക്കുന്നത് ഈ കാണുന്ന അയ്യപ്പിള്ള ആശാനാണ്. ഒരു കുഞ്ഞ് ടഫ് എന്ന് പറയാം, ഒരു കുഞ്ഞ് ടഫ്. കോവളം കവി എന്നറിയപ്പെടുന്ന വ്യക്തിയും കൂടിയാണ്. കോവളം കവി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കുഞ്ഞിപ്പിള്ള ആശാൻ. രാമകഥാപാട്ട്, അല്ലേ? ചോദ്യം നോക്കാം, പ്രിലിംസിന്റെ ചോദ്യം നോക്കാം. 116/2022 ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളൊന്ന് വായിച്ചാണ്. ഇതാ നോക്കിയോ. വാട്ട് ഈസ് ദ മോട്ടോ ഓഫ് ദ സൗത്ത് ഏഷ്യൻ ഗെയിംസ്? സൗത്ത് ഏഷ്യൻ ഗെയിംസിന്റെ ആപ്തവാക്യം ഏത് എന്നുള്ളതാണ്, അല്ലേ? സൗത്ത് ഏഷ്യൻ ഗെയിംസ് പഠിക്കണം, ഏഷ്യൻ ഗെയിംസ് പഠിക്കണം, ആഫ്രോ ഏഷ്യൻ ഗെയിംസ് പഠിക്കണം, ഒളിമ്പിക്സ് പഠിക്കണം. നമ്മൾ ആപ്തവാക്യം മോട്ടോയാണ് ചോദിക്കുന്നത്. ഈ പഠിക്കുന്ന കൂട്ടത്തിൽ ആദ്യത്തെ സ്ലൈഡിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്ന ആപ്തവാക്യങ്ങളാണ്, അല്ലേ? പീസ്, പ്രോസ്പെരിറ്റി ആൻഡ് പ്രോഗ്രസ് എന്നുള്ളതാണ് ആപ്തവാക്യം, അല്ലേ? സൗത്ത് ഏഷ്യൻ ഗെയിംസ് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടും, നോ ടെൻഷൻ, അല്ലേ?
ഗിവ് ദ ഇയർ ഇൻ വിച്ച് MT വാസുദേവൻ നായർ റിസീവ്ഡ് ജ്ഞാനപീഠ അവാർഡ്. അല്ലെ, ജ്ഞാനപീഠ പുരസ്കാരം MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം ഏത് എന്നുള്ളതാണ് ചോദ്യം. സിമ്പിൾ അല്ലേ ചോദ്യം? നോക്കിയേ, സിമ്പിൾ അല്ലേ? 95-ൽ MTക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. ഓക്കെ, വള്ളംകളിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ചോദ്യമാണെന്ന് പറഞ്ഞിരിക്കുന്ന അപ്പുറത്ത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ചോദിച്ചെങ്കിൽ വാട്ട് ഈസ് ദ വെന്യൂ ഓഫ് നെഹ്റു ട്രോഫി ബോട്ട് റേസ്? നെഹ്റു ട്രോഫി വള്ളംകളിക്ക് അല്ലേ ഏതാണ് കായൽ എന്നാണ് ചോദ്യം. അല്ലേ, എവിടെയാണ്? പുന്നമടക്കായലിലാണ് അല്ലേ, പുന്നമടക്കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിൽ അല്ലേ. ദേ, തൂലിക നാമം ഒരു എക്സാമിന് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടില്ലേ അല്ലെ? ഹൂ ഈസ് നോൺ ആസ് കേരള മോപ്പസാങ്. കേരള മോപ്പസാങ് അതേ എക്സാമിന് മറ്റൊരു തൂലിക നാമം ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതേ എക്സാമിന് അതേ അല്ലെ, കേരള വ്യാസൻ. കേരള മോപ്പസാങ് ചോദിച്ച PSC കേരള വ്യാസനെയും തൊട്ടടുത്ത് ചോദിച്ചു അല്ലേ? കിട്ടണ്ടേ? തകഴി ശിവശങ്കര പിള്ളയാണ് മോപ്പസാങ് എന്നറിയപ്പെടുന്നു. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കേരള വ്യാസൻ എന്നറിയപ്പെടുന്നു. സിമ്പിളായിട്ട് കിട്ടേണ്ടതല്ലേ? ആലോചിച്ച് നോക്കിയാണ്, സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. എന്ത് ടഫ്! നമുക്ക് ഇരുന്ന് പഠിച്ചാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ് ആർട്ട്, സ്പോർട്സ്, ലിറ്ററേച്ചർ അല്ലേ. വിച്ച് പ്ലേസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് അത്തച്ചമയം? അത്തച്ചമയം എന്തുമായി ബന്ധപ്പെട്ടതാ? ഓണവുമായി ബന്ധപ്പെട്ടതാ, ഓണം അല്ലേ. കൾച്ചറിൽ നമ്മളോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പറഞ്ഞു. വള്ളംകളി, ഓണം, ഇതൊക്കെ നമ്മളോട് അല്ലേ കൾച്ചറുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ അല്ലേ. ദേ, എവിടെയാ? തൃപ്പുണിത്തുറ. അത്തച്ചമയത്തിന് പ്രസിദ്ധമായിരിക്കുന്ന കേരളത്തിലെ സ്ഥലമാണ് തൃപ്പുണിത്തുറ. തൃക്കാക്കര വാമന ക്ഷേത്രം ഓപ്ഷനിലുണ്ട്. തൃക്കാക്കര വാമന ക്ഷേത്രത്തിലെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു ഉത്സവം കൂടിയാണ് അത്തച്ചമയ ഘോഷയാത്ര. അത് നടത്തുന്നത് തൃപ്പുണിത്തുറയിലാണ്. സിമ്പിളാണ്. അടി ചില സമയം ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമുക്ക് തോന്നി ഇത് LDക്കും താഴെയായിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. LD ലെവൽ, ഒരു LGS സിമ്പിളായിട്ട് ഇരുന്നാൽ കിട്ടേണ്ടതാണ്. ഓക്കെ, കുച്ചിപ്പുടി ഫ്രം വിച്ച് പ്ലേസ് ഡിഡ് കുച്ചിപ്പുടി ഒറിജിനേറ്റ്? കുച്ചിപ്പുടി എവിടെയെന്നാ? ആന്ധ്രാപ്രദേശിൽ നിന്നാ കുച്ചിപ്പുടി അല്ലേ. നമ്മൾ പറഞ്ഞു കൂടിയാട്ടത്തോടൊപ്പം നമ്മൾ പഠിച്ചിരിക്കണം ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ, അതിൽ നിന്നും ചോദ്യങ്ങൾ വരുമെന്നുള്ളതായിരുന്നു. ഓർമ്മയുണ്ടോ? കൂടിയാട്ടത്തോടൊപ്പം നമ്മൾ ആദ്യ സ്ലൈഡിൽ പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയിലെ ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ. പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇന്ത്യയിലെ ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ ഭരതനാട്യം, മോഹിനിയാട്ടം, ഒഡീസി, മണിപ്പൂരി, സാത്രിയ, കഥക്, കഥകളി, കുച്ചിപ്പുടി, ഛൗ, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഇത് പ്രിലിംസിൻ്റെ ചോദ്യങ്ങളാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു, ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കിട്ടേണ്ട ചോദ്യങ്ങളല്ലേ? സിമ്പിളായിട്ട് കിട്ടേണ്ട ചോദ്യങ്ങളാണ്. അതിൽ നോ ടെൻഷൻ. നിങ്ങൾ ഒരു ടെൻഷനോ ഒരു കാര്യവും വേണ്ട. കീറി മുറിച്ച് നമ്മൾ നോക്കിയപ്പോൾ നമുക്കിതൊക്കെ പഠിക്കാവുന്ന കാര്യങ്ങളെന്ന് ഒന്നുകൂടി നമുക്കൊന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. യാതൊരു ടെൻഷനും വേണ്ട. അപ്പം നമ്മൾ ഇന്നത്തേക്കൊന്ന് മെല്ലെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നമ്മൾ പ്രിലിംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അല്ലേ. കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. കയറിപ്പോര്, നമുക്ക് എൻജോയ് ചെയ്ത് പഠിക്കാം. മാർക്കും നമുക്ക് സെറ്റാക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.